ദ കോണ്ടന്റ് റിമെയിൻസ് ദ സെയിം, അതിൻ്റെ ക്വാളിറ്റി റിമെയിൻസ് ദ സെയിം. അതാണ് സെല്ല് ചെയ്യുന്നത്. ഓൺലി ദ ഫോർമാറ്റ് ചേഞ്ച്. ടെക്നോളജി പുതിയതല്ല, ടെക്നോളജി പുതിയതാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ പുതിയ ടെക്നോളജികൾ ഉണ്ടായിരുന്നു. ഇന്ന് ജീവിക്കുമ്പോൾ ഇക്കാലത്തെ പുതിയ ടെക്നോളജിയാണ്, നാളത്തെ പുതിയ ടെക്നോളജിയാണ്. വി ഡിഡ് ദ സെയിം ആഡ് ഫോർ ഉന്നതി എന്ന് പറയുന്ന ഡോക്ടർ മുനീറിന്റെ പ്രോജക്റ്റിനും ഒരേ കോൺസെപ്റ്റാണ് ചെയ്തത്. ബട്ട് ദ ട്രീറ്റ്മെന്റ് ഡിഫേഴ്സ്, ബട്ട് റിസർച്ച് റിമെയിൻസ് സെയിം, കോണ്ടന്റ് റിമെയിൻസ് സെയിം. അതിൽ ഒരേ ഒരു കുട്ടിയാണ് ആ ഡിജിറ്റൽ ടെസ്റ്റ് പാസ്സായത്. ആ ക്വസ്റ്റ്യൻസ് വേണേൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഒറ്റ ആൾ മാത്രമാണ് ആ ടെസ്റ്റ് പാസ്സായത്. ആ കുട്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചോദിച്ച സാലറി 1.2 lakhs ആണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി, ഒരാളെങ്കിലും പാസ്സായല്ലോ. ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന മാർക്കറ്റേഴ്സാണ് നിങ്ങൾ. നമ്മൾ പല ക്യാമ്പയിനിലും നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ നീഷിന് മാച്ച് ആവുന്ന മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ക്യാമ്പയിൻസുകളിൽ ഉപയോഗിക്കാറുണ്ട്. മാർക്കറ്റിംഗ് എന്നുള്ളത് പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഓരോ കാലഘട്ടത്തെയും പ്ലാറ്റ്ഫോമുകൾ, വ്യത്യസ്ത രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവാറുണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ മാറ്റവും കമ്മ്യൂണിക്കേഷൻ്റെ പ്ലാറ്റ്ഫോമുകളുടെ മാറ്റവും അത് വളരെ ഭംഗിയായി നമ്മുടെ മുന്നിൽ പറയാൻ കഴിയുന്ന രണ്ട് വിശിഷ്ടാതിഥികളാണ് എൻ്റെ കൂടെയുള്ളത്. മാഷിനെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാഷിൻ്റെ പല വർക്കുകളും അക്വാസ്റ്റാർ, മഴവെള്ളപ്പാത്തികൾ, ഇനി ഏത് സൈസിലുള്ള മഴവെള്ളപ്പാത്തി ഇവിടെ കിട്ടും എന്നുള്ള ആ ഒരു വീഡിയോ കോണ്ടന്റും അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ നമ്മുടെ സിലബസിൻ്റെ തന്നെ ഭാഗമാണ്. ബ്രാൻഡ് സ്വാമിയെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ അവാർഡുകൾക്ക് അപ്ലൈ ചെയ്യാത്ത, ബിഹാൻഡ്സിൽ പ്രൊഫൈൽ ഇല്ലാത്ത ഈ സ്വാമിയെ നമുക്കിവിടെ ഇരുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ആദ്യത്തെ ഒരു ഡിസ്കഷൻ ആരംഭിക്കുന്നത് തന്നെ പ്ലാറ്റ്ഫോമുകൾ മാറും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആൾക്കാർ ആശ്രയിക്കുന്ന മീഡിയം മാറും എന്നുള്ളതാണ്. ഈ മാറ്റവും മാർക്കറ്റിങ്ങിലെ മാറ്റവും കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തെ പരിചയ സമ്പത്തുമായിട്ട് കമ്പയർ ചെയ്ത് പോകുമ്പോൾ ഈ 2010-30, നമ്മളിപ്പോൾ 25-ലാണ് നിൽക്കുന്നത്, ഇതിനെല്ലാം കണക്ട് ചെയ്ത് ടൈമിനെയും പ്ലാറ്റ്ഫോമിനെയും കണ്ടുകൊണ്ട് മാർക്കറ്റിങ്ങിലെ മാറ്റവും പ്ലാറ്റ്ഫോമിന്റെ മാറ്റവും എങ്ങനെയാണ് മാഷ് കാണുന്നത്? താങ്ക് യു. ഞാനിത് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡറേറ്റർ ആണെങ്കിൽ ഇതിനൊരു തന്ത വൈബ് സെഷൻ എന്ന് വിളിക്കാൻ പറ്റുമായിരുന്ന ഒരു സാധനം. 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാല് അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വാക്ക്, തന്ത വൈബ് തന്നെ. പക്ഷെ ഉദയ്ഫ് വന്നതുകൊണ്ട് വീണ്ടും യങ്ങായി പോയി അത്. കോണ്ടന്റ് ഈസ് കിങ്. അപ്പോൾ ആക്ച്വലി ഞാനിത് സ്റ്റാർട്ടഡിന് ഒരു 2000 തുടക്കത്തിൽ എനിക്ക് കണക്ക് പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 99-ൽ ഞാനിത് പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഈ പണി ചെയ്തു തുടങ്ങിയപ്പോഴുള്ള ഒരു മാർക്കറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു മീഡിയയുടെയോ ലോകമല്ല ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. നമ്മളൊക്കെ ഒരുപക്ഷെ സിനിമകളിൽ ഈ മൊബൈൽ ഫോണൊക്കെ ഹോളിവുഡ് സിനിമകളിൽ കാറിലിരിക്കുന്ന ആളുകളൊക്കെ കയ്യിൽ പിടിച്ച് പോകുമ്പോൾ ഇതൊക്കെ ഇവിടെ വരുമോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ജനറേഷനിലാണ്. ടി വിക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള ജനറേഷൻ. ടി വി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കമ്പ്യൂട്ടറിന് മുമ്പ് ജീവിച്ചിട്ടുള്ളൊരു ജനറേഷൻ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര പ്രായമായി എന്നൊന്നും വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കണമെന്നില്ല. പക്ഷേ ദർ ഇസ് എ ക്ലിയർ ചേഞ്ച്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കുകയാണ് ഞാനൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. ഒരു ഏർലി എൻട്രൻ്റ് എന്നുള്ള ഒരു നേരത്തെ ഈ പണി തുടങ്ങിയതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് ഈ ഒരു എന്താണ് ഒരു ഫാഗണ്ട് ഓഫ് കരിയറിൽ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കുന്നത്. ഞങ്ങൾ തന്നെ ഒരുമിച്ച് മീറ്റ് ചെയ്ത് തുടങ്ങി, ഞാനും ബ്രാൻഡ് സ്വാമിയും മീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് 12 to 13 years ആയി ഞങ്ങൾ ഒരുമിച്ച് പ്രോജക്ട്സിലൊക്കെ ഇൻവോൾവ് ആവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് ടു ബി വെരി ഫ്രാങ്ക്, ഈ ആസ് ചൈതന്യ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ദ കോണ്ടന്റ് റിമെയിൻസ് ദ സെയിം, അതിൻ്റെ ക്വാളിറ്റി റിമെയിൻസ് ദ സെയിം. അതാണ് സെല്ല് ചെയ്യുന്നത്. ഓൺലി ദ ഫോർമാറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു. നിങ്ങൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വീഡിയോസ്, നിങ്ങൾക്കറിയാം ഫ്രെയിമിങ്ങിൻ്റെ ഒരു കോമ്പോസിഷൻ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ എന്താ പറയുക, ഈ ഗോൾഡൻ പോയിന്റ്സും അതിൻ്റെ ഇൻ്റർസെക്റ്റിങ് ഇതൊക്കെ വെച്ചിട്ട് ഒരു ഹൊറിസോണ്ടൽ ഫ്രെയിംസിലാണ് നമ്മൾ ഭംഗി ഉണ്ടാക്കിയിരുന്നത്. സിനിമയുടെ ഫ്രെയിം അല്ലെങ്കിൽ ടെലിവിഷൻ്റെ ഫ്രെയിം. ഈ ഫ്രെയിമിങ് ഇപ്പം നേരെ വെർട്ടിക്കലായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫ്രെയിമിങ്ങിൻ്റെ സെൻസ് തന്നെ നമ്മുടെ മാറി. ഇപ്പോഴും നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെർട്ടിക്കൽ വീഡിയോസ് ഉണ്ടാക്കി തുടങ്ങി. പക്ഷേ വെദർ ഇറ്റ് ഈസ് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ, ദ കോണ്ടന്റ് ഈസ് ദ കിങ് ആസ് ഉദയ്ഫ് സെഡ്. അത്ര തന്നെ എനിക്കതിൽ പറയാനുള്ളൂ. സർ, നമ്മുടെ അതിഥികളിൽ രണ്ടുപേരുടെയും പ്രത്യേകത പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയ ടാലന്റുകൾക്കുള്ള പരിശീലനങ്ങൾ നൽകുന്നവരാണ്. ബ്രാൻഡ് സ്വാമിയോട് എനിക്ക് നേരിട്ടുള്ള ചോദ്യം, ഈ റൂമിലുള്ള 500-ലധികം വരുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ സ്കോപ്പ്
ഏത് കാലം വരെ ഉണ്ടാവും? ഇവര് നാട്ടിൽ നിലനിൽക്കുമോ? അത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു ചോദ്യം കേട്ടോ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്ര കാലം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു 10 വർഷം മുമ്പ് ഞാൻ അഡ്വർടൈസിങ്ങിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല എന്നൊരു റിയാലിറ്റി ഉണ്ട്. അപ്പോൾ അതിലൊറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യൻ നിലനിൽക്കും, നിങ്ങൾ നിലനിൽക്കണോ എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്, അല്ലേ? ആണോ? അതിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഓക്കെ, ഈ പുട്ടിൽ തേങ്ങ ഇടുന്ന എന്തിനാന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓക്കെ, പുട്ടിൽ തേങ്ങ ഇടുന്നത് സത്യത്തിൽ പുട്ടിൻ്റെ രുചി കൂട്ടാനല്ല. അങ്ങനെയാണെങ്കിൽ അരച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ പുട്ട് ഒരുമിച്ചിട്ടാൽ പോരെ. അപ്പോൾ സത്യത്തിൽ പുട്ടിൻ്റെ തേങ്ങ ഇടുന്ന ഒരളവാണ്. ഒരാൾക്ക് എത്ര പുട്ട് കഴിക്കാൻ പറ്റുമെന്ന് മുറിക്കാൻ പറ്റുന്ന ഒരളവാണ് ഈ തേങ്ങ. അപ്പം നിങ്ങൾ ശരിക്കും നമ്മൾ വിൽക്കുന്ന സാധനം പുട്ടാണ്, തേങ്ങയല്ല. അപ്പം നിങ്ങളിതിൽ തേങ്ങയാണോ പുട്ടാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾ പുട്ടാണെങ്കിൽ എല്ലാ കാലത്തും നിലനിൽക്കും, നിങ്ങൾ തേങ്ങയാണെങ്കിൽ നാളെ റീപ്ലേസ് ചെയ്യപ്പെടും. ഷോ യു ഷുഡ് ബി ദ കോർ. ദാറ്റ് സിംപ്ലി മീൻസ് ദറ്റ് യു ഷുഡ് നോ ദ പീപ്പിൾ. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾ മനുഷ്യരെ അറിയാൻ പറ്റുകയും അവന് പറ്റിയ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണോ നാളെ വരിക, നാളെ പ്ലാറ്റ്ഫോം ഉണ്ടാവുമോ, ചിലപ്പോൾ നാളെ ഇപ്പോൾ ഇവിടെ ഇരിക്കും, ഇവിടെ ഫുള്ള് കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, സോ ഡിജിറ്റലും പ്ലാറ്റ്ഫോമും ഒക്കെ മാറും, മനുഷ്യൻ മാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ നാളെ നിൽക്കും. അപ്പോൾ പുട്ടാവുക, തേങ്ങ ആവാതിരിക്കുക. നമ്മുടെ ഈ പുതിയ ടൂൾസുകൾ, AI ടൂൾസുകളാണെങ്കിലും പറയാറുണ്ട് ടൂൾസ് കിൽസ് യുവർ സ്കിൽസ് എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെയൊക്കെ കരിയർ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം റിസോഴ്സുകളോ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതും ഒരു തന്തവൈബ് ഡയലോഗാണ്, നമ്മുടെ കാലത്ത് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. ഞാൻ നിങ്ങളിൽ കാണുന്ന പ്രത്യേകത, പുതിയ കാലത്തെ ആളുകളെയും തോൽപ്പിക്കുന്നത് നിങ്ങളാണ്, പഴയ കാലത്തെ ആളുകളെയും തോൽപ്പിക്കുന്നത് നിങ്ങളാണ്. ഇതൊരു നമ്മുടെ മാത്രം വേദി ആയതുകൊണ്ട് ഞാൻ പറയാണ്, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള കാര്യമായിട്ടോ പറയുന്നത്. കോഡ് ക്യൂബ്സിന്റെ ഒരു പിച്ചും ബ്രാൻഡ് സ്വാമിയുടെ പിച്ചും പേപ്പർ ഫ്രാൻസിന്റെ പിച്ചും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു പോവുകയും ഇവർ വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയ ടൂൾസുകൾ ശരിക്കും നമ്മുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ടോ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്ലയൻസുകളുടെ എണ്ണം, എഫിഷ്യൻസി കൂട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഇതിനെ രണ്ടുപേരും കാണുന്നത്? രണ്ട് പെർസ്പെക്റ്റീവ് ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ലാക്ക് ചെയ്തത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടാണ് പഠിച്ചിരുന്നത്. നിങ്ങളൊക്കെ എത്ര പേര് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്നത് എനിക്കറിയില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക, അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കൊണ്ടുപോയി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക. ഇത് ഞങ്ങളുടെ റിസർച്ചിൻ്റെ തുടക്കം. ഞങ്ങളൊക്കെ മേ ബി വി ആർ ഫ്രം ദ സെയിം സ്കൂൾ, അതുകൊണ്ട് ഐ തിങ്ക് വി സ്റ്റഡീഡ് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു രീതി വെച്ചിട്ട് റിസർച്ച് ഹാസ് എ വെരി ബിഗ് റോൾ ടു പ്ലേ. അത് വെദർ ഇറ്റ് ഈസ് ഇൻ, ഇപ്പോൾ റിസർച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ റിസർച്ച് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിൽ എന്താ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനിൽ എന്താന്നൊക്കെ തോന്നും. പക്ഷെ റിസർച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ജസ്റ്റ് ആസ്ക് യു എ ക്വസ്റ്റ്യൻ. എനിക്ക് ഇതുപോലുള്ള രസകരമായിട്ടുള്ള സംശയങ്ങൾ വരും. സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ് എന്നാണല്ലോ പറഞ്ഞത്. എപ്പോഴും ഫൂളിഷ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരും. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ക്യൂട്ടിക്യൂറ എന്ന് പറയുന്ന പൗഡർ, ഞങ്ങളൊക്കെ കുട്ടിക്കൂറ എന്നാ പറഞ്ഞിരുന്നത് ചെറുപ്പകാലത്ത്. കുട്ടിക്കൂറ എന്ന് പറഞ്ഞാൽ കുഞ്ഞെ പാറ്റ എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിലൊക്കെ അർത്ഥം. ഈ ക്യൂട്ടിക്യൂറ എന്നുള്ള പേര് എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ VLC പ്ലെയർ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ, റോഡിൽ കാണുമ്പോൾ VLC പ്ലെയർ എന്നാണ് നമ്മൾ ആ സാധനത്തിനെ വിളിക്കാറല്ലേ? റോഡിന്റെ മറ്റേ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേ ചെയ്യുന്ന ആ ചെറിയ ആ സ്റ്റാൻഡുകൾക്ക് നമ്മൾ ഇതാ VLC പ്ലെയർ റോഡിലിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ VLC പ്ലെയറിന്റെ ലോഗോ ഈ ഒരു റോഡ് ഇതായി മാറിയത് എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഒന്നുമല്ല, ഈ കുട്ടിക്കൂറ എന്ന് പറയുന്ന അതിന്റെ ഉത്തരം പറയുന്ന ആൾക്ക് എനിക്ക് എന്തോ കിറ്റിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നോണ്ട് അതിൽ നിന്നൊരു സാധനം ഞാൻ തരും. അതിലൊരു സംശയവും വേണ്ട. മുഴുവൻ കൊടുക്കാൻ തയ്യാറാണ്. അത് വേറെ എനിക്ക് ഉദ്ദേശിപ്പ് തരുന്ന അറിയാൻ എനിക്ക് ഞാൻ പോകുമ്പോ, അതുകൊണ്ട് ഞാൻ അത് മുഴുവൻ ഓഫർ ചെയ്യാൻ തയ്യാറാ. എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ക്യൂട്ടിക്കൂറ എന്ന് പറയുന്ന പേര്? എന്തെങ്കിലും ആലോചിച്ച് നോക്കും. മലയാളത്തിൽ ഒരിക്കലും നമുക്ക് മനസ്സിലാവും. കുട്ടിക്കൂറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്താ, നമ്മൾ അതിൽ പാറ്റയെ പറയും, മോശമായിട്ടുള്ള മറ്റേ വസ്ത്രം ധരിച്ചാൽ ഇത് എന്താ കൂറ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കണേ. യുവർ ആങ്കർ ഗോട്ട് ഇറ്റ് റോങ്. ഐ എം ഹെയിലിംഗ് ഫ്രം തൃശ്ശൂർ. ആക്ച്വലി ഞാൻ തൃശ്ശൂർക്കാരാണ്. ഞാൻ കോഴിക്കോട് കുറേ കാലം ജീവിച്ചിരുന്നത്, ശരിയാണ്. പക്ഷെ തൃശ്ശൂരൊക്കെ അവന്റെ കൂറയായിട്ട് നടക്കണേന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൗഡറിന് അല്ലെങ്കിൽ ഒരു ടാൽക്കം പൗഡറിന് ക്യൂട്ടിക്യൂറ എന്ന് പേര് വന്നിരിക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ട്? എന്താ കമോൺ, കറുത്ത കൂറേനെ വരെ വെളിയെ ക്യൂട്ടാക്കുന്നതാണ് അത്. ഇത്
ഇത് ബേസിക് റിസർച്ച് അതല്ല, ഉത്തരം അതല്ല. പക്ഷേ ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം കോണ്ടന്റുകൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാ. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ എന്താ, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന റിസർച്ച് എന്നാണ്. ഈ റിസർച്ച് തന്നെയാണ് ഞങ്ങൾക്ക് പിച്ചിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ ഐ ഓൾവേസ് മെൻഷൻ, ഞാൻ കോഴിക്കോട് കുറേ കാലം താമസിച്ച ആളാ. ഞാൻ എപ്പോഴും ഷിബു എന്നുള്ള കണ്ടന്റിനെ പറ്റിയിട്ട് പറയും. ഞാൻ എല്ലാ തവണയും ആ പാലത്തേക്കടെ പോകുമ്പോൾ ഷിബു എന്നുള്ള ലൈറ്റ് കത്തി നിൽക്കുന്ന കണ്ടുണ്ട്. ഉദയ്ഫ് അത് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് എന്താണ് ആ ഷിബു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, കുറച്ച് ഫൂളിഷ് ക്യൂരിയോസിറ്റി ആയാലും കുഴപ്പമില്ല, അതാണ് സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ജനറേഷന് ഈ റിസർച്ച് എന്നുള്ള ഒരു ഡോർ തുറക്കുന്നതും ഞങ്ങളെ സക്സസ്ഫുൾ ആക്കുന്നതും. എന്റെ ആദ്യത്തെ ഒരു 1 million വ്യൂ വീഡിയോ ആണ്. യാ, ദാറ്റ്സ് ഇറ്റ്. ഈ ചോദ്യം എനിക്ക് തോന്നുന്നത് പ്ലാറ്റ്ഫോം സ്കെയിലബിലിറ്റിയെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഈ ടെക്നോളജി സ്കെയിലബിലിറ്റിയെ സഹായിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അച്ഛനും മോനുമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഞാൻ മോനോടും അച്ഛനോടും ഒരുമിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പെർ കസ്റ്റമർ ബില്ലിങ് എത്രയാണ്? ഓക്കെ. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു. പുള്ളി താഴെ പോയി വലിയ തടിച്ചൊരു ഒരു 2 ആഴ്ച മുമ്പ് നടക്കുന്ന സംഭവം കേട്ടോ, വലിയ തടിച്ചൊരു ബുക്ക് എടുത്ത് വന്നിട്ട് പുള്ളി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോടൊരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് പറഞ്ഞ് കേട്ടിട്ട് മോൻ പറഞ്ഞു, ഇല്ലല്ല അച്ഛ ഇത് തെറ്റാ, ഇത് ഭയങ്കര തെറ്റാ. പുള്ളി പെട്ടെന്ന് പുള്ളിയുടെ വലിയൊരു ആപ്പിളിൻ്റെ വലിയൊരു സ്ക്രീനിൽ പെട്ടെന്ന് പുള്ളിയുടെ ERPയും സാധനമൊക്കെ ഓണാക്കി. അപ്പോൾ ഞാനും അച്ഛനും ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. അപ്പോൾ പുള്ളി വലിയ ERP ഒക്കെ ഓണാക്കി, വലിയ സെറ്റപ്പിൽ ഒരു നമ്പറൊക്കെ തെളിഞ്ഞു വന്ന്, അവിടെ ടൈപ്പ് ചെയ്താൽ വരുമല്ലോ, അപ്പോൾ ഒരു നമ്പർ തെളിഞ്ഞു വന്ന്, ഇത് അച്ഛൻ പറഞ്ഞ എക്സാക്ട് നമ്പറാണ്. അപ്പോൾ എല്ലാ കാലത്തും പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ അന്ന് ബുക്ക് എഴുതിയ അച്ഛന് ആ ബുക്കിൽ എഴുതുമ്പോൾ അച്ഛനെ കൃത്യമായിട്ട് അറിയാം. വൈകുന്നേരം കട പൂട്ടി പോകുമ്പോൾ ഓരോ ദിവസവും എത്ര കസ്റ്റമർ ഉണ്ടായിരുന്നു എന്ന് ആ കടയിൽ ആ പേപ്പറിൽ എഴുതി വെച്ച അച്ഛനറിയാം. ഈ മോന് ERP നോക്കണം ഇതറിയണമെങ്കിൽ. ഇത് ERPയുടെ ഒരു പരാജയവും കൂടിയാണ്. പക്ഷെ അതുകൊണ്ട് ടെക്നോളജി വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാ കാലത്തും ആ കാലഘട്ടത്തിന് ഉചിതമായിട്ടുള്ള ടെക്നോളജികളുണ്ട്. ഞാൻ എൻ്റെ ഏജൻസി ബിസിനസ്സിലേക്ക് വരുന്ന 2013 അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള ആക്റ്റീവ് കൊളാബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ഏജൻസി സ്റ്റാർട്ട് ചെയ്തത്. ആ സോഫ്റ്റ്വെയർ ഇന്നും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും സോഫ്റ്റ്വെയർസ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കില്ല, ക്രിയേറ്റിവിറ്റിയുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. പക്ഷേ നമ്മുടെ സ്കെയിലബിലിറ്റി കൂട്ടാൻ, നമ്മുടെ പെർഫോമൻസ് മെട്രിക്സ് കൂട്ടാൻ ഞാനിപ്പം ഏകദേശം ഒരു 10ഓളം ഏജൻസികൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസിയിൽ ഏത് ദിവസം എത്ര കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നും അത് എത്ര ഡ്യൂറേഷൻ എടുത്തു എന്നും അതിൽ ഏത് സ്റ്റാഫ് എത്ര സമയം കൊണ്ടാണ് ആവറേജ് കഴിഞ്ഞ മാസം കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നും ഏത് സ്റ്റാഫാണ് പെർഫോം ചെയ്യാത്തതെന്നും 100% മെട്രിക്സ് വെച്ചിട്ട് എൻ്റെ എല്ലാ ഏജൻസികളിൽ നിന്നും എനിക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഏജൻസികളിൽ ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ അപ്പുറത്തൊരു സാധനമുണ്ട്, അത് വേറൊരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ ഏജൻസിയിൽ ഇരിക്കുമ്പോൾ ആ ഏജൻസിയുടെ ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് പ്ലാറ്റ്ഫോം ഇല്ലാതെ ഇപ്പം നമ്മളൊരു വലിയ സിനിമാക്കാരനാണെന്ന് വെക്കുക. സിനിമാക്കാരൻ്റെ ഡെഡ്ലൈൻ ഉണ്ട്. 40 ദിവസം കൊണ്ട് തീരേണ്ട സിനിമ 45 ദിവസം കൊണ്ടായാൽ ഫേവർ സ്റ്റാൻസറിനൊക്കെ 45 ദിവസം കഴിഞ്ഞാൽ ലക്ഷങ്ങൾ അങ്ങോട്ട് നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ എല്ലാം മെട്രിക്സ് ആണ്, എല്ലാത്തിലും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യാം. പക്ഷെ അത് എല്ലാ കാലത്തും ഉണ്ട്, അതിപ്പോൾ ഉള്ള കാര്യമൊന്നുമല്ല. ടെക്നോളജി പുതിയതല്ല, ടെക്നോളജി പുതിയതാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ പുതിയ ടെക്നോളജികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജീവിക്കുമ്പോൾ ഇക്കാലത്തെ പുതിയ ടെക്നോളജിയാണ്, നാളത്തെ പുതിയ ടെക്നോളജിയാണ്. ഈ ടെക്നോളജിക്കനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാറാൻ പറ്റിയില്ല എന്ന്. പ്രത്യേകിച്ചും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച്, ഞാൻ പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പീപ്പിളിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആക്ച്വലി നേരിടുന്നത് നല്ല ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ കിട്ടാനാണ്. ഒരാളെപ്പോലും ഒരു 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെയൊക്കെ ഏജൻസികളിൽ ഞങ്ങളൊരു ടെസ്റ്റ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങളൊരു ഡിജിറ്റൽ ഏജൻസി, ഒരു വലിയ ഡിജിറ്റൽ ഏജൻസി കേരളം സെറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു 200ഓളം പേർക്ക് ഞങ്ങൾ ഈ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തു. അതിൽ ഒരേ ഒരു കുട്ടിയാണ് ആ ഡിജിറ്റൽ ടെസ്റ്റ് പാസ്സായത്. ആ ക്വസ്റ്റ്യൻസ് വേണേൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഒറ്റ ആൾ മാത്രമാണ് ആ ടെസ്റ്റ് പാസ്സായത്. ആ കുട്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചോദിച്ച സാലറി 1.2 lakhs ആണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി, ഒരാളെങ്കിലും പാസ്സായല്ലോ. സോ അതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൽ നമ്മൾ കാണുന്നൊരു പ്രോബ്ലം. അപ്പോൾ ടെക്നോളജി മാറും, ഇന്നുള്ള സാധനം നാളെ ഉണ്ടാവില്ല. നേരത്തെ ഇവിടെ ചൈതന്യ ആയാലും ക്രിയേറ്റേഴ്സ് പറഞ്ഞ ടൈം ഡ്യൂറേഷൻ ഏത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യണം,
എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഒരു പഴയ ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞ സമയത്ത് 2013 ഒരു 60 മില്യൺ വീഡിയോ വൈറൽ ഓർഗാനിക് വ്യൂ കിട്ടിയ ഒരു വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അന്ന് ഞങ്ങളൊരു ടീമായിട്ടിരുന്നിട്ട് വൈകുന്നേരം 3 മണിക്ക് റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പം ഞങ്ങൾക്കിതൊന്നും അറിയില്ല. അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞങ്ങളെ സംബന്ധിച്ചത് വൈറലാക്കണമെന്ന വാശി തുടങ്ങിയ ഒരു വീഡിയോ. അപ്പം ഞങ്ങളത് തീരുമാനിച്ചു, എന്നാൽ ഇന്ന് 3 മണിക്ക് തുടങ്ങും. ഞങ്ങൾ ഈ പരിപാടിയൊക്കെ എടുത്ത് വൈറൽ മാർക്കറ്റിങ്ങിൻ്റെ, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഈ വൈറൽ മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോൾ ഫുള്ള് സോഫ്റ്റ്വെയർ ആണല്ലോ, അന്ന് ഞങ്ങൾ ചെയ്ത വേറൊരു തന്ത്രമാണ്. അങ്ങനെ ഞങ്ങളന്ന് രാത്രി റഹ്മത്ത് നിന്ന് ബിരിയാണിയും കഴിക്കാൻ തീരുമാനിച്ചു. ഇത് വൈറലായിട്ട് റഹ്മത്ത് നിന്ന് ബിരിയാണി കഴിക്കും തീരുമാനിച്ചാണ് ഞാനും ഇപ്പോഴത്തെ സംവിധായകൻ മിഥുൻ മാനുവലും ഞങ്ങളൊരു ടീം അങ്ങനെ ഇരുന്ന് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ഇത് രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വൈറലാവുന്നില്ല. അപ്പോൾ റഹ്മത്തിലെ ബിരിയാണി കഴിക്കാനും പറ്റുന്നില്ല, ഈ സാധനം വൈറലാവണമല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എന്തായാലും ഇനി വൈറലായില്ലേലും കുഴപ്പമില്ല, റഹ്മത്തിലെ ബിരിയാണി കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ റഹ്മത്തിൽ പോയി ബിരിയാണി കഴിക്കുകയും രാത്രി കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് ഈ സാധനം വൈറലായില്ല. പക്ഷെ 3rd ഡേ ഈ സാധനം വൈറലായി. ഈ വൈറലായി ഞങ്ങൾ അറിഞ്ഞത് വേറൊരാൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ സാധനം ഇട്ടപ്പോൾ ഈ സാധനം വൈറലായി എന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന അത് തികച്ചും ഞങ്ങളെന്താ ചെയ്തു വെച്ചാൽ ഞങ്ങൾ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ടെക്നോളജി ഒന്നും അറിയില്ല. ഞങ്ങൾ ഉപയോഗിച്ച് കോമൺ സെൻസ് ആയിരുന്നു. ഇത് വൈറലാക്കാൻ ഞങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. സോ അപ്പോൾ ടെക്നോളജികൾ, ഞാൻ എപ്പോഴും പറയുന്നു, ഈ ക്രിയേറ്റേഴ്സിന് വേണ്ട ഒരേ ഒരു സാധനം കോമൺ സെൻസാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ടെക്നോളജി കുറച്ചറിയുകയും കൂടുതൽ കോമൺ സെൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല മാർക്കറ്റർ ആയിരിക്കും. അതാണ് സാറ് നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ തലമുറയിലുള്ള ഒരേ ഒരു വ്യത്യാസം. ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങൾ കുറച്ചും കൂടി കോമൺ സെൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഉസ്താദ് ഹോട്ടലിൽ മാമുക്കോയ കണക്ക് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ അല്ലെ, ദുൽഖർ ഇതിങ്ങനെ കണക്കൊക്കെ ഓർമ്മയുണ്ടാവാൻ എക്സ്പീരിയൻസ് ഐ തിങ്ക്. നമ്മളിലെ കൂടിയിരിക്കുന്ന പലരും ബിസിനസ്സുകളുടെ മീറ്റിങ്ങിൽ പോവാറുണ്ട്. കാര്യങ്ങൾ ക്യാമ്പയിൻസും പ്രൊജക്ട്സും ഒക്കെ ചെയ്യുന്നതിൽ ഗുഡാണെങ്കിലും ബിസിനസ്സുകാരെ കണ്ട് നമുക്ക് ഒരുപാട് പരിചയമില്ല. നിങ്ങൾ എല്ലാതരം ബിസിനസ്സുകാരെയും, ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സുകാരെയും ഒരുമിച്ച് മീറ്റിങ്ങിൽ ഇരിക്കാറുണ്ട്. നിങ്ങൾ നേരിട്ട് ഫൗണ്ടേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആളുകളാണ്, ഓൺടർപ്രണേഴ്സിനെ നേരിട്ട് കാണുന്ന ആളുകളാണ്. ഒരു ബിസിനസ്സിൻ്റെ പ്രൊജക്ട് പിച്ചിങ് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡിസ്കവറി കോളിനോ നമുക്കൊരു മീറ്റിങ്ങിന് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തുനിന്നും നമുക്ക് സൗജന്യമായി നൽകാൻ പറ്റുന്ന 3 അഡ്വൈസുകൾ തരികയാണെന്നുണ്ടെങ്കിൽ? അത് ഞാൻ വളരെ സിമ്പിളാണ്. ഞാൻ എപ്പോഴും പറയേണ്ട ഉദയ്, ഒരു 95% മുകളിൽ പിച്ച് കൺവേർഷനുള്ള ഒരാളാണ് ഞാൻ. അതായത് ഞാൻ കണ്ട ക്ലയൻറ്റുകളുടെ 95% ഞാൻ ജീവിതത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ഭയങ്കര അഹങ്കാരത്തോടെ പറയുന്ന, ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊരൊറ്റ കാരണമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോകുന്നതിന് മുമ്പ് ഈ ക്ലയൻറ്റ് ആരാണെന്ന് അയാളുടെ ഞാൻ ഒരു ക്ലയൻറ്റിനെ 8 വർഷം ട്രാക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത ക്ലയൻ്റ് ഉണ്ട്. 8 വർഷം ട്രാക്ക് ചെയ്ത് 8 വർഷത്തിൽ 4 വട്ടം അയാളുടെ ഓഫീസിൽ കയറി ചെന്നിട്ട് എന്നെ പുറത്തിറക്കി വിട്ടിട്ട് ഇനി ആ ക്ലയൻറ്റ് എന്നെ വിളിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ ദിവസമുണ്ട്. എന്നിട്ട് ആ ക്ലയൻറ്റ് വിളിച്ച അന്ന് ഞാൻ അയാളുടെ ഫോൺ എടുത്തുമില്ല, മനപ്പൂർവ്വം എടുക്കായിരുന്നു. ഓക്കെ, 8 വർഷം പുള്ളി എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലോ. അപ്പം ഞാനിതിൽ ചെയ്യുന്ന ഒറ്റ കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു ക്ലയൻറ്റിൻ്റെ എൻക്വയറി വന്നാൽ ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്യും. അയാളുടെ അസ്ഥിവാരം ഇളക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ അയാളുടെ അസ്ഥിവാരം ഇളക്കാൻ പഠിക്കും. അയാളുടെ അച്ഛൻ ആരാണ്, അച്ഛൻ്റെ അനിയൻ ആരാണ്, അച്ഛൻ്റെ അനിയൻ എത്ര തേങ്ങയുണ്ട് നടക്കും പഠിക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുകളിൽ നല്ല റിസർച്ച് എടുക്കും. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു കോളിൽ ഒരഭിപ്രായവും പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, ഏതാളായാലും ഞാൻ ഒരഭിപ്രായവും പറയില്ല, പക്ഷെ അയാളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി എന്നും അയാളുടെ ബിഹേവിയറൽ പാറ്റേൺ ഞാൻ ശരിക്കും ശ്രദ്ധിക്കും. ഒരാളുടെ മുന്നിലിരിക്കും, ഇപ്പോൾ ഹുദൈഫിൻ്റെ മുന്നിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഹുദൈഫിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവും. അടുത്ത വട്ടം ഞാൻ തിരിച്ചു വരുമ്പോൾ ഹുദൈഫിന് വേണ്ടത് എന്താണ് എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എനിക്ക് വേണ്ടത് ഹുദൈഫിൻ്റെ അടുത്ത് വിൽക്കാൻ പറ്റുമോ? ഹുദൈഫിന് ഇപ്പോൾ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം, എൻ്റെ കയ്യിൽ മീൽസ് ഉള്ളതുകൊണ്ട് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത് ഹുദൈഫിന് വേണ്ടത് ബിരിയാണി ആണോ എന്നുള്ളതാണ്. ബിരിയാണി ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി ബിരിയാണി വേണോ, കോട്ടയത്തെ ബിരിയാണി മുട്ടയുള്ള ബിരിയാണിയാണ്, അപ്പോൾ ഈ മുട്ടയുള്ള ബിരിയാണി വേണോ എന്ന് മനസ്സിലാക്കണം. അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ അടുത്ത വെറൈറ്റിയിൽ അതിനത്ര മസാല കൂടുതലുള്ളതാണോ മസാല കുറഞ്ഞാണോ, ഇത്രയും കാര്യം എനിക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് വേണ്ട ബിരിയാണി കൊടുത്താൽ മതി. അപ്പം ഞാനൊരു ഫ്രെയിം വർക്കായിട്ട് യങ് ജനറേഷനോട് എപ്പോഴും പറയുന്നത് 40-40-20 റൂൾ എന്നാണ്.
ഓക്കെ, ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു റൂളാണ്. ഞാൻ എൻ്റെ സ്റ്റാഫിനെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റൂളാണ്. 40% ലൈക്ക് നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ 10 മണിക്കൂറാണ് ഒരു പിച്ചിന് കിട്ടുക. പിച്ചിന് എത്ര മണിക്കൂർ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം 24 മണിക്കൂർ കൊണ്ട് പിച്ച് ചെയ്തുണ്ടാവാം, 24 മാസം കൊണ്ട് പിച്ച് ചെയ്ത ക്ലയൻറ്റും ഉണ്ടാവും. ഏത് റേഷ്യോയിൽ ക്ലയൻറ്റ് വന്നാലും ആദ്യത്തെ 40%, ഒരു 10 hours എടുക്കാം, ആദ്യത്തെ 40%, ദാറ്റ് മീൻസ് ആദ്യത്തെ 4 hours ഒരു വർക്കും ചെയ്യരുത്. ആ ക്ലയൻറ്റിനെ പഠിക്കുക മാത്രം ചെയ്യാം. ബ്രീഫ് എന്താണ്, അയാൾക്ക് എന്താ വേണ്ടത്. പിന്നെയുള്ള 40% ഇയാൾ മുമ്പ് ചെയ്ത വർക്ക്, ഇയാളുടെ കോമ്പറ്റീറ്റർ ചെയ്തിട്ടുള്ള വർക്ക്, ഇയാളുടെ വെബ്സൈറ്റ്, ഇയാളുടെ നിങ്ങൾക്ക് എന്തൊക്കെ ഇറക്കാൻ പറ്റുമോ അതൊക്കെ വായിക്കുക. ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് 8 മണിക്കൂർ തീരും. അതായത് 10-ൽ 8 മണിക്കൂർ തീരും. പിന്നെയുള്ള 2 മണിക്കൂറിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കുള്ള ഐഡിയ കിട്ടും. കാരണം ഈ സമയം മൊത്തം കൊണ്ട് നിങ്ങൾക്ക് അയാൾക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഏതാളുടെ മുന്നിലേക്കും പിച്ചിന് പോകുമ്പോൾ അയാളെക്കുറിച്ച് അയാൾ അറിയാത്ത ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അയാൾ അറിയാത്ത ഒരു കാര്യം. അതിലുള്ള പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഹുദൈഫ്, നമ്മളിപ്പോൾ ഒരാളുടെ മുന്നിൽ പോകുമ്പോൾ അയാളെക്കുറിച്ച് അയാളുടെ സബ്ജക്റ്റിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആളല്ല, നിങ്ങൾ പഠിച്ച ആളാണ്. അപ്പം ഞാൻ പഠിക്കാത്തൊരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചൊരു സബ്ജക്റ്റിൽ വേണം ഞാൻ സംസാരിക്കാൻ. അപ്പം ഞാൻ അയാളേക്കാൾ കൂടുതൽ അതിൽ റിസർച്ച് ചെയ്തില്ലെങ്കിൽ ഞാൻ തോറ്റു. അപ്പം ഞാൻ ഈ നോളജ്, നേരത്തെ സാറ് പറഞ്ഞ റിസർച്ച് 40-40-20 റോൾ എന്ന് പറയും. ഇവിടെ നമ്മുടെ ഓഫീസുകളിലും പല ആളുകളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം, ഇത് നേരെ റിവേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഈ 20% ആദ്യം ചെയ്യും. നിങ്ങൾ ബ്രീഫ് കിട്ടിയ ഉടനെ ക്രിയേറ്റീവാണ്. ബ്രീഫ് കിട്ടി 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്രിയേറ്റീവും കഴിഞ്ഞ്, എഴുത്തും കഴിഞ്ഞ്, പിച്ച് ഡോക്യുമെൻറ്റും കഴിഞ്ഞ് ആദ്യത്തെ പോർഷൻ മൊത്തം സ്കിപ്പായി പോകും. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒരു പക്ഷേ കേരളത്തിൽ സ്നേഹം 50 വർഷങ്ങൾ എന്ന് പറഞ്ഞ മെഡിമിക്സിൻ്റെ ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ ഞാൻ എഴുതുന്നത് മെഡിമിക്സിൻ്റെ അനൂപ് സാറിൻ്റെ ആൻറ്റി ചേംബറിൽ വെച്ചിട്ടാണ് ആ കോപ്പി ഞാൻ എഴുതുന്നത്. അതായത് മീറ്റിങ്ങിന് പിച്ച് പ്രസൻറ്റേഷന് കയറാൻ വേണ്ടിയിട്ട് സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സാറിൻ്റെ ആൻറ്റി ചേംബർ റൂമിൽ വെച്ചിട്ടാണ് സ്നേഹം 50 വർഷങ്ങൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലവ് എന്ന് ഞാൻ കോപ്പി എഴുതുന്നത്. അതുവരെ ഉണ്ടായിരുന്ന കോപ്പി മാറ്റി, അടുത്ത 5 മിനിറ്റ് കൊണ്ട് ടോട്ടൽ പിച്ച് ഡെക്കും ഞാൻ മാറ്റി, ക്രിയേറ്റീവ് മാറ്റി, ആ ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും ഇത് മെഡിമിക്സിൽ അനൂപ് സാറിന് അറിയില്ല, സാറ് കേൾക്കാതിരിക്കട്ടെ. ആ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് സ്നേഹം 50 വർഷങ്ങൾ എന്ന ക്യാമ്പയിൻ. അപ്പോൾ അതിലെന്താ ഗുണം എന്ന് വെച്ചാൽ ആ സെക്കൻഡ് വരെ അതിന് മുമ്പത്തെ 20 ദിവസം ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇറ്റ്സ് എ സെയിം തിങ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറ്റ പോയിന്റ് തന്നെയാണ്. ഞാനിവിടെ കയറി വന്നപ്പോൾ നിങ്ങളുടെ ആങ്കർ എന്നോട് ചോദിച്ചപ്പോൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചല്ലേ, ഞാൻ അവളോട് പറഞ്ഞ ഏക ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫോക്കസ് മൈ പോയിന്റ് ഓൺ റിസർച്ച് എന്ന് പറഞ്ഞാൽ. ആ റിസർച്ച് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഒരു നമ്മൾ ഈ തന്തവൈബായിട്ട് തോന്നുമെങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു യങ്ങർ ജനറേഷൻ ലാക്ക് ചെയ്യുന്നത് ആ റിസർച്ച് എന്ന് പറയുന്ന റിസർച്ച് എന്തോ മാറി നിൽക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് ഐ ഹോപ്പ് ഞാനിപ്പോൾ ബ്രാൻഡ് സ്വാമിയുടെ പോലെ ഒരു ഡിസിപ്ലിൻഡ് ആളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. മിക്കവാറും ഞാനൊക്കെ ആ സമയത്തായിരിക്കും കോൺസെപ്റ്റ്സിനെ പറ്റി ആലോചിക്കുന്നതും ഈ ക്ലയന്റ് ആരാന്ന് പോലും ചിലപ്പോൾ എനിക്ക് അറിയാറില്ല. ഞാൻ ചെല്ലുന്ന അയാളുടെ പേര് പോലും അറിയാണ്ട് പോയിട്ടുള്ള ഇറ്റ് ഹാപ്പൻസ്. നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ഓൾ ആ ക്ലോസ് എൻകൗണ്ടേഴ്സ് എന്നാണ്. റീസെൻ്റ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്തുള്ളൊരു ക്യാമ്പയിൻ ഞാൻ ചെയ്തൊരു ഔട്ട്ഡോർ ഹോർഡിംഗ് ആണ്. അത് ഈ കുതിരാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മറ്റേ കുതിരാൻ തുരങ്കം. ആ തുരങ്കത്തിന്റെ മുന്നിൽ കൂടെ നിങ്ങൾ അടുത്ത് ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അക്വാസ്റ്റാറിന്റെ വലിയൊരു ഹോർഡിംഗ് നിൽക്കുന്നുണ്ട്. കുതിരാൻ വിടില്ല എന്നാണ് എഴുതിയേക്കുന്നത്. കുതിരാൻ വിടില്ല എന്നാണ് ആ ഹോർഡിംഗ് പറഞ്ഞേക്കുന്നത്. മമതയാണ് അതിലെ മോഡല്. അപ്പൊ ഇത് അക്വാസ്റ്റാർ എനിക്ക് വർഷങ്ങളോളം അറിയുന്ന ഒരു ക്ലയന്റ് ആയതുകൊണ്ട് ദ ബേസിക് റിസർച്ച് പാർട്ട് ഈസ് ഡൺ. പക്ഷെ ഈ കോൺസെപ്റ്റ് ഉണ്ടാവുന്നത് ആ മീറ്റിങ്ങിന്റെ പടി ഇറങ്ങുമ്പോഴാണ്. തിരിച്ചിട്ട് അവരുടെ ഒരു ഹോർഡിംഗ് മാൻ കുതിരാൻ വിടില്ല എന്നുള്ളൊരു ഹോർഡിംഗ് എഴുതണമെങ്കിൽ യു ഹാവ് ടു നോ ആ സ്ഥലം എന്താണ്, ആ സ്ഥലത്തിന്റെ ഹിസ്റ്ററി എന്താണ്, അവിടെ ഉണ്ടായിരുന്ന ബ്ലോക്കുകൾ എന്താണ്, എത്രയോ കാലം വണ്ടികൾ അവിടെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട്. ആ ഒരു ഹിസ്റ്ററി അറിയണം. നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റി അറിയണം, ഭാഷ അറിയണം. നല്ല മലയാളത്തിൽ കുതിരുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. കുതിരാതിരിക്കാനാണ് ഒരു വീടിന് മഴവെള്ളപ്പാത്തി വെക്കുന്നതെന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള മഴവെള്ളപ്പാത്തി നിങ്ങളുടെ വീടിനെ കുതിരാൻ വിടില്ല എന്ന് വളരെ ഭംഗിയായിട്ട് പറയാൻ പറ്റുന്നത് അത് ചിലപ്പോൾ ഒരു ഭാഗ്യമായിരിക്കും. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം എന്ന് വിളിക്കാം. റിസർച്ച്
പാർട്ട് ഈസ് ഡൺ. അത് വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ലയൻറ്റുമായിട്ട് ഇങ്ങനെ ഓരോ സെക്കൻഡിലും പണിയെടുത്തിട്ടാണ്. ഇപ്പോൾ ആസ് ഉദയ്ഫ് മെൻഷൻ, അവർക്ക് വേണ്ടി ചെയ്തതിൽ ഏറ്റവും വൈറലായിട്ടുള്ള പരസ്യങ്ങളിലൊന്നാണ് രാജേഷ് മാധവൻ അഭിനയിച്ചിട്ടുള്ളൊരു പരസ്യമുണ്ട്. ഒരു മഴവെള്ളപ്പാത്തിയുടെ സൈസ് അന്വേഷിച്ച് രാജേഷ്, അത് ഞാൻ എഴുതുന്നത് സത്യത്തിൽ മിസ്റ്റർ ബീൻ്റെ ഒരു ഫിലിം ഇൻസ്പയർഡ് ആയിട്ടാണ്. മിസ്റ്റർ ബീൻ്റെ ഒരു ഫിലിം ഉണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മിസ്റ്റർ ബീൻ ഒരു സെയിലിൽ ഒരു സോഫ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വരും. ആ സോഫ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മിസ്റ്റർ ബീൻ ഒരു ടേബിള് അയാളുടെ കിച്ചൻ്റെ അവിടെ നിന്ന് നീക്കി വെക്കും. അപ്പൊ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതിൽ കൂടെയാണ് അയാൾ ആ ടേബിളിൽ സാധനങ്ങൾ വെച്ചിരുന്നത്. ആ മേശ അവിടെ നിന്ന് മാറിയതുകൊണ്ട് എന്ത് വെക്കുന്നതും വീട് പൊട്ടുകയാണ്. അപ്പൊ അയാൾക്ക് മേശം തിരിച്ചു നീക്കാനല്ല മിസ്റ്റർ ബീൻ നോക്കുന്നത്. മിസ്റ്റർ ബീന്റെ പ്രത്യേകത എന്താണ്? അയാള് മേശ ഇട്ടെടുത്ത് ഒരു ഹോൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ആ ഹോൾ ഉണ്ടാക്കാനായിട്ട് അയാൾ 2 പെൻസിലുകൾ എടുത്തിട്ട് മെഷർ ചെയ്യുന്ന ഒരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡിൽ നിന്നാണ് വി ഗോട്ട് ദിസ് ഐഡിയ. പക്ഷെ ആ ഐഡിയയുടെ ഉള്ളിൽ വി കോൾ ഇറ്റ്, സിനിമയിലാണെങ്കിൽ പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്നൊക്കെ പറയും. വി ക്രിയേറ്റഡ് എ യൂണിവേഴ്സ്. ഒരു വാണബി ഡയറക്ടർ ഒരു ഫ്രെയിം അന്വേഷിച്ച് നടക്കുന്ന പോലെ തോന്നുന്ന പരസ്യം എൻഡ് ചെയ്യുന്നത് അയാൾ ഈ സൈസിലുള്ള മഴവെള്ളപ്പാത്തി കിട്ടുമെന്ന് അന്വേഷിച്ച് പോകുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അവിടെ നമ്മളൊരു ടെയിലൻറ്റും കൂടി കൊടുക്കുകയാണ്. ഇയാളുടെ പാരലലി ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അയാളൊരു ബംഗാളിയാണ്. അയാൾ വന്ന് ചോദിക്കുന്നത്, ചേട്ടാ ഈ സൈസിലുള്ള നട്ട് കിട്ടുമോ? അത് യു ആർ ക്രിയേറ്റിംഗ് എ യൂണിവേഴ്സ്. നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ നടന്നു വരുമ്പോൾ പാരലലി വരുന്ന ഒരു വേറെ ക്യാരക്ടർ, അയാളും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ദ സെയിം കേസ് വിത്ത് ദ ആഡ് ഐ ഡിഡ് ഫോർ കരിയർ ഗുരു എന്ന് ബേസിൽ അഭിനയിച്ചിട്ടുള്ള പരസ്യത്തിൽ. അതില് ഭയങ്കര എന്താ പറയാ, ശരിയായ കരിയർ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ശരിക്കും പണികിടും. റോങ് ജോബ്സ് എടുക്കുന്ന ആൾക്കാർ, റോങ് കരിയേഴ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരെ കാണും. ഇതൊക്കെ ഇതിന്റെ പിന്നിൽ ഇറ്റ്സ് ലൈക്ക് എ ട്രേഡ് സീക്രട്ട്. വി ഡിഡ് ദ സെയിം ആഡ് ഫോർ ഉന്നതി എന്ന് പറയുന്ന ഡോക്ടർ മുനീറിന്റെ പ്രോജക്റ്റിനും ഒരേ കോൺസെപ്റ്റാണ് ചെയ്തത്. ബട്ട് ദ ട്രീറ്റ്മെന്റ് ഡിഫേഴ്സ്, ബട്ട് റിസർച്ച് റിമെയിൻസ് സെയിം, കോണ്ടന്റ് റിമെയിൻസ് സെയിം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഐ ജസ്റ്റ് വാണ്ട് ടു പുട്ട് 1 പോയിന്റ് അക്രോസ്. ഡു ദ പ്രോപ്പർ റിസർച്ച്. നിങ്ങൾ ഒരു കാര്യത്തിനെ പറ്റി പഠിക്കുക. ഞാൻ ബ്രാൻഡ് സ്വാമി പറഞ്ഞതിൻ്റെ ഒരു ഏറ്റവും ചെറിയ വെർഷൻ പറഞ്ഞുതരാം. നോ ദ ജാർഗൺസ്. ഇഫ് യു ആർ മീറ്റിംഗ് എ ഹോട്ടലിയർ അല്ലെങ്കിൽ ഇഫ് യു ആർ മീറ്റിംഗ് എ മെക്കാനിക്കൽ കമ്പനി, അവരുടെ ജാർഗൻസ് അറിയാം. ടോക്ക് അബൌട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറിനെ നിങ്ങൾ കാണുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഹോം അപ്ലയൻസ് സ്റ്റോറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹോം അപ്ലയൻസ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങളൊരു ഗ്ലാസ് പൊട്ടിച്ചു എന്ന് വിചാരിക്കുക. ഹോം അപ്ലയൻസ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങളൊരു ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ യു ടു കോമ്പൻസേറ്റ് വേണ്ടേ? അവർ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇതിൽ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഗ്ലാസ് പൊട്ടിച്ചു നോക്കും. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഗ്ലാസ് പൊട്ടിച്ച് അവർ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിക്കാറുണ്ടോ? ദേ വിൽ നെവർ ഡു ഇറ്റ്. എന്താ? ദാറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എൻറ്റിറ്റി. ദാറ്റ്സ് അവർ റെസ്റ്റോറൻറ്റ് സർവീസ് ബിസിനസ് വർക്ക്സ്. അപ്പൊ ഇതിന്റെ ജാർഗൻസ് അറിയാം, അതിന്റെ വെയർ ആൻഡ് ടയർ അറിയാം, അതിന്റെ ബ്രേക്കേജ് അറിയാം. ആൻഡ് സ്പീക്ക് അവരുടെ ജാർഗൻസിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതാണ് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. അല്ലേ? നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു എന്താ പറയുക ഇലക്ട്രീഷ്യനോട് നിങ്ങൾ ഇതിന്റെ വാട്ടിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു നോക്കിയാൽ ഹീൽ തിങ്ക് ദാറ്റ് വി ആർ എൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ടെക്നിക്. ശരി, ജാർഗൻസ് പഠിക്കുക. യെസ്, ഓരോ പ്രൊജക്റ്റുകളുടെ പിറകിലും വലിയ അധ്വാനം ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. സോപ്പ് എന്നുള്ളത് പതയാനുള്ളതാണ്, പതയിപ്പിക്കുന്നത് സ്നേഹം എന്നുള്ളതാണ് എന്നാണ് മെഡിമിക്സിന്റെ 50ാം വാർഷികത്തിൽ ബ്രാൻഡ് സ്വാമി എഴുതിയ കോപ്പി. അതുപോലെ കുതിരാൻ അല്ലെങ്കിൽ ഒരു മഴവെള്ളപ്പാത്തിയുടെ ക്യാമ്പയിനിൽ ഓരോ കാര്യങ്ങൾ എത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ക്യാമ്പയിൻ്റെ പിറകിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇതിലെനിക്കൊരു ഓണസ്റ്റ് ആയിട്ടും ജെന്യുവിൻ ആയിട്ടും നിങ്ങളുടെ ഒരു പരിചയ സമ്പത്തുനിന്നും കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഞങ്ങൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട ഒരു ചോദ്യമാണ് അടുത്തത്. ഇത്രയും അധികം സമയവും ഇത്രയും അധികം പരിശ്രമവും ഒക്കെ ചെയ്ത് നമ്മൾ ഓരോ പ്രൊജക്റ്റ് പിച്ച് ചെയ്യുന്നു. ക്യാമ്പയിനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസെറ്റാണ്. ഇപ്പം മെഡിമിക്സിന് വേണ്ടി ബ്രാൻഡ് സ്വാമി എഴുതിയ കോപ്പി അത് 50ാം വാർഷികത്തിന് അവിടെ എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻസുകളിലെ പല ഡെലിവറബിൾസും നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റാത്തതാണ്, മെഷർ ചെയ്യാൻ പറ്റാത്തതാണ്, അതിൻ്റെ വാല്യൂ വിലമതിക്കാൻ പറ്റാത്തതാണ്. രണ്ടുപേരുടെയും ഒരു രീതി അനുസരിച്ചിട്ട് ഒരു ന്യായവില എങ്ങനെയാണ് നമുക്കൊരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക, ഇതിൻ്റെ കോസ്റ്റ്, പ്രൈസ് പാർട്ട്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരാമോ? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര നമ്മൾ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ബാക്കി പ്രൊഡക്റ്റ് പോലെ തന്നെയാണ്. എല്ലാ ബിസിനസ്സുകളും
പോലെ തന്നെ ഒരു ബിസിനസ്സാണ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി. അപ്പം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്ന 2012 എൻ്റെ ഫസ്റ്റ് ബില്ലിങ് 2.5 ലക്ഷം രൂപ പെർ മന്താണ്. ഞങ്ങൾ 6 പേരുള്ള ഒരു ഓഫീസിൽ ഞാൻ അന്ന് BPLൻ്റെ പിച്ചിന് പോയ സമയത്ത് എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് BPL ആണ്. അപ്പോൾ BPLൻ്റെ അടുത്ത് എനിക്ക് വേറെ ക്ലയൻറ്റൊന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ BPLൻ്റെ അടുത്ത് പോയി. അവരെന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കോസ്റ്റ് എന്താണ്? നമ്മൾ വളരെ ചെറിയൊരു ഏജൻസിയാണ്, ആകെ 4 പേരേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് ക്ലയൻ്റാണ്, എനിക്ക് പോർട്ട്ഫോളിയോ ഇല്ല. ഞാൻ പോയി എന്തൊക്കെയോ പറഞ്ഞു, അവർക്ക് ഹാപ്പിയായി. അപ്പോൾ അന്ന് ഞാൻ കുറേ സ്ട്രാറ്റജിക് ഐഡിയ കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഡിസ്കസ് ഫിനാൻസ്. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിരുന്നു. എനിക്കെന്ത് 2,12,000 രൂപ ചിലവുണ്ട്. അപ്പോൾ 2,12,000 രൂപ ചിലവുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ക്ലയൻറ്റേ ഉള്ളൂ. ഞാൻ 2.5 ലക്ഷം രൂപ ചോദിച്ചു. ദാറ്റ് സിമ്പിൾ ഇറ്റ് ഇസ്. വാട്ട് ഈസ് യുവർ കോസ്റ്റ്, വാട്ട് പ്രോഫിറ്റ് യു നീഡ്സ്, ആസ്ക് ഫോർ ഇറ്റ്. ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ടൈമാണ്. എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ പഠനങ്ങൾ, രാത്രി ഉറങ്ങാതെയും രാവിലെ ഭക്ഷണം കഴിക്കാതെയും ഞാൻ ഉണ്ടാക്കിയ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇഫ് ഐ വാണ്ട് ടു കം ടു യുവർ റൂം, പ്ലീസ് പേ മീ, ദിസ് ഇസ് മൈ ചാർജ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ബാർഗെയിൻ വിത്ത് മീ. ഐ നെവർ അലോ എനി വൺ ടു ബാർഗെയിൻ മൈ കോസ്റ്റ്. ഒരു ക്ലയൻറ്റിനോടും ഒരു ബാർഗെയിനും ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ നേരത്തെ തീരുമാനിക്കുന്ന പ്രൈസ് ഞാൻ ചോദിക്കും. അത് ചോദിക്കുന്നത് എൻ്റെ കോസ്റ്റാണ്. ഞാൻ ഇന്ന് ഈ സമയത്ത് ജീവിക്കണം, എനിക്ക് എത്ര പൈസ വേണം, അത്രയേ ഉള്ളൂ. എൻ്റെ കോസ്റ്റിംഗ് അങ്ങനെയാണ്. അത് ശരിയാണോ എന്ന് എന്നോട് ചോദിക്കരുത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഏജൻസികളുടെ മെട്രിക്സ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ ഏജൻസി ബിസിനസ്സിൽ പൂർണ്ണമായിട്ടും ഇല്ല. ഞാൻ ഏജൻസികളെ കൺസൾട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഓൺ ചെയ്യുന്ന ഏജൻസികൾ ഇപ്പോൾ റൺ ചെയ്യുന്നത് എംപ്ലോയീസാണ്. അപ്പം ഞാൻ എൻ്റെ ഏജൻസികളുടെ മെട്രിക്സ് എല്ലാ മാസവും എടുത്തു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഏജൻസിയിൽ ഒരു ആർട്ട് വർക്ക് പുറത്തിറങ്ങുന്നതിന് 2,000 രൂപ കോസ്റ്റ് ഉണ്ട്. That means every artwork I produce a month costs me 2,000 rupees. That means if I want to release 100 artworks, I have to pay them, I have to bill them 2 lakh rupees plus GST. Please remember, plus GST. That is my cost. And if I bill anything less than that, I will go bankrupt. So I never allow that. അപ്പോൾ ഞാൻ എൻ്റെ ബില്ലിങ് 2,500 പ്ലസ് ആർട്ട് വർക്കാണ്. ഇനി ബ്രാൻഡ് സ്വാമി കൺസൾട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് ചാർജ് ഉണ്ട്. ഐ വിൽ ഗീവ് ദം, ദിസ് ഈസ് മൈ ടൈം ഐ സ്പെൻഡ് ഫോർ യു ആൻഡ് ദിസ് ഈസ് മൈ കോസ്റ്റ്. ഇഫ് യു ആർ റെഡി ഫോർ മൈ കോസ്റ്റ്, ഐ വിൽ വർക്ക് ആൻഡ് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ബ്രിങ് ഔട്ട് ദ റിസൾട്ട് ഫോർ മൈ ക്ലയൻറ്റ്. ഐ നെവർ കോംപ്രമൈസ് ഇൻ മൈ വർക്ക്. ഐ വർക്ക് 12 hours എ ഡേ. എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്, വേറൊരു പരിപാടിക്ക് പോകാൻ വേണ്ടി വന്നതാണ്. ഐ വർക്ക് 12 hours എ ഡേ എവറി ഡേ ഇൻക്ലൂഡിങ് സൺഡേ. And I have a strict regulation that if I want to meet a client, I will meet before 9:30. A new client ഞാൻ 9:30 മുമ്പ് മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം മീറ്റ് ചെയ്യും. ഒരു പുതിയ ക്ലയൻറ്റ് എന്നെ വിളിച്ചാൽ അയാൾക്ക് ഞാൻ ടൈം കൊടുക്കുക ആഫ്റ്റർ 6 o'clock ആയിരിക്കും, ഓർ ബിഫോർ 9:30 ആയിരിക്കും. ബിക്കോസ് മൈ 9:30 to 6 o'clock is for my client who charges me, who feeds me. That's it. That's simple rules that I work with. ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, അഗ്രസീവായിട്ടുള്ള ആളാണ്. മൈ സ്ട്രാറ്റജി ഈസ് ടു ഗിവ്, ആസ് ഇൻ ഗോഡ് ഫാദറിൽ പറഞ്ഞ പോലെ, ഗിവ് ദം എൻ ഓഫർ ദേ ക്യാൻ റെസിസ്റ്റ് എന്നാണ്. അതാണ് എൻ്റെ സാധനം. നമ്മളൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക അവർക്ക്. ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇവൻ വേറെ ആർക്കെങ്കിലും ഞങ്ങളുടെ കോമ്പറ്റീറ്റർക്ക് കൊടുക്കുന്നു തോന്നിപ്പിക്കലാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ കൊടുത്തിട്ടുണ്ട് എത്രയോ ക്ലയൻസിന്. ഇപ്പോൾ വി ഡിഡ് എ ക്രിയേറ്റീവ് ഫോർ ഒരു റെഡിവെയർ ബ്രാൻഡ് ചെയ്തു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായില്ല. നേരെ നമ്മൾ പോകുന്നവരുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് ആൻഡ് വി സെൽ ഇറ്റ്. അതിൻ്റെ അവർ തരാവുന്നതിൻ്റെ ഇരട്ടിയുടെ പൈസക്ക് വി ക്യാൻ സെൽ. ഒരു ക്രിയേറ്റീവും വേസ്റ്റായി പോകില്ല. ഐ ബിലീവ് ദാറ്റ്. അത് സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. പക്ക ഗോഡ് ഫാദർ സ്ട്രാറ്റജിയാണ്. വെടിവെച്ചിടുക. ഇത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണെന്ന് തോന്നിക്കുക, അത്രയേ ഉള്ളൂ. വെൻ ഐ വാസ് വർക്കിംഗ്, ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വെൻ ഐ വാസ് റിജക്റ്റഡ്, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താ വിചാരിക്കാന്നറിയോ? ഈ കമ്പനിയുടെ നഷ്ടം എന്നാ വിചാരിക്കും. എൻ്റെ നഷ്ടമല്ല, കമ്പനിക്കാണ് നഷ്ടം എന്നെ പോലെ ഒരാളെ കിട്ടത്. അപ്പോൾ പിന്നെ ദിസ് ഈസ് ഹൗ മൈ ടീം വർക്ക്സ്. നമ്മൾ പറയും വി സെൽ ക്രിയേറ്റീവ്സ്. ഈ സെൽ ക്രിയേറ്റീവ്സ് ദാറ്റ് സെൽസ് ദെയർ പ്രോഡക്റ്റ്. വെറുതെ ഉള്ള ക്രിയേറ്റീവ് അല്ല, അവരെ സെല് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവ്സ് കൊടുക്കുക എന്നുള്ളത്. ദാറ്റ്സ് ഓൺലി സ്ട്രാറ്റജി. പ്രൈസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആസ് ഈ സെറ്റ്, നമുക്ക് ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് നല്ല മലയാളത്തിൽ പറയും. നമുക്ക് വി ക്യാൻ ഫിക്സ് അവർ പ്രൈസ്. ഫാൻസി പ്രൈസസ് ആവും ചിലപ്പോൾ. നമ്മളൊരു NGO പ്രോജക്റ്റ് ചിലപ്പോൾ 0 ബഡ്ജറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും.
ആ സെയിം കോൺസെപ്റ്റ് വിൽ സെൽ ഫോർ ലാക്സ് വേറൊരു ക്ലയൻറ്റിന്. അതിനൊരു ഫിക്സഡ് ഇതൊന്നുമില്ല. ഞാൻ ഇതിലൊരു കാര്യം ആഡ് ചെയ്തോട്ടെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് റെലവൻ്റ് ആയോട്ടെ. എൻ്റെ അടുത്ത് ഇന്നലെ ഒരു വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ളൊരു ക്ലയൻറ്റ് വിളിച്ചിട്ട് അവരെന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ ദേ ഫിക്സഡ് റേറ്റ് ഫോർ 2.5 crore rupees ഫോർ ബ്രാൻഡിങ്, ജസ്റ്റ് ഫോർ ബ്രാൻഡിങ്. 2.5 crore rupees ഇസ് മൈ ബഡ്ജറ്റ്, യു സജസ്റ്റ് മീ 2 ഏജൻസീസ് എന്ന് പറഞ്ഞാണ് ഈ ക്ലയൻറ്റിൻ്റെ ഓണർ എന്നെ വിളിച്ചത്. സോ അവർ ലോഗോ ഉണ്ടാക്കാൻ സ്പെൻഡ് ചെയ്യുന്നത് 2.5 crore ആണ്. അപ്പോൾ ഈ 2.5 crore നിങ്ങൾ ആ ലിസ്റ്റിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് ഞാൻ പറയാം. നമ്മൾ ആ ലിസ്റ്റിൽ ഉണ്ടാവണം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളരെ പ്രസിദ്ധമായൊരു ഏജൻസി റീബ്രാൻഡിങ്ങിന് വിളിച്ചപ്പോൾ ലോലിൻഡാസും ഒഗ്ലിബിയും ഡെൻസും പിന്നെ ബ്രാൻഡ് സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രാൻഡ് സ്വാമി പിച്ച് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ 2 ആൾ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വളരെ സിമ്പിളായൊരു സിസ്റ്റമാണ്. അപ്പം ബില്ലിങ് 2.5 കോടി ആയിരിക്കും, ഇറ്റ്സ് ഓക്കെ, എന്താ കുഴപ്പം. ഡെൻസ് വന്നിട്ട് ബില്ല് ചെയ്യുമ്പോൾ അവർ 2.5 കോടി ചോദിക്കും. ഐ ക്യാൻ ഓൾസോ ഗീവ് ദ സെയിം ഐഡിയ. ഐ വർക്ക് ഇൻ ബോംബെ, ഐ വർക്ക് ഇൻ ഡൽഹി, ഐ വർക്ക് ഇൻ മേജർ നാഷണൽ ക്ലയൻസ്. സോ I can also build the same. The only difference is that I am handling 2 clients, that is only you and another client. The Dentsu comes with hundreds of clients and they divide their time between you and the other 99 clients. So I give you 100% attention to you. So you hire me. So 2.5 crore ലോഗോ ചോദിക്കുമ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ബ്രാൻഡ് പൊസിഷനിങ്ങിൻ്റെ മാത്രം ഇഷ്യൂ ആണ്. അതിൽ ഹുദൈഫൊക്കെ ദേ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ. ദേ ഹാവ് ക്രിയേറ്റഡ് എ ബെഞ്ച് മാർക്ക് ഇൻ അഡ്വർടൈസിങ് ഓഫ് അഡ്വർടൈസിങ് ഏജൻസീസ്. ഞങ്ങളൊക്കെ മറന്നുപോയൊരു കാര്യമാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഐ വാസ് ആഡിങ് ദ സെയിം പോയിന്റ്. ഇപ്പോൾ CDA is in the list എന്ന് പറയും. ഞാൻ ഐ ലിവ് എ ഡബിൾ ലൈഫ് ആസ് എൻ അക്കാഡമീഷ്യൻ, ആസ് എ പ്രാക്ടീഷണർ. ഞാൻ കോളേജസിൻ്റെ ബോർഡുകളിലുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ബോർഡ്, അവിടെ നിന്നൊക്കെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഞാൻ കണക്റ്റഡാണ്. വെനെവർ someone calls to get a digital marketing institute എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ഞാൻ ഡയറക്റ്റ് ഉദയ്ഫിനാ മെസ്സേജ്, ഉദയ്ഫ് ഇങ്ങനെ ഒരു എൻക്വയറി ഉണ്ട്, CDA is in the list. അതെന്തായാലും അത് സക്സസ്ഫുള്ളി അച്ചീവ് ദാറ്റ് പാർട്ട് എന്നല്ല സാർ. ഒരു കാര്യം കൂടി ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഇതിൽ കമ്മീഷൻ വാങ്ങിച്ചു തുറക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞാനതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ അഡ്വർടൈസിങ് തുടങ്ങുമ്പോൾ, ഞാൻ കോഴിക്കോട് അഡ്വർടൈസിങ് തുടങ്ങിയ ആളാണ്, ഗതികെട്ട് കൊണ്ട് കോഴിക്കോട് തുടങ്ങിയതേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ കോഴിക്കോട് അഡ്വർടൈസിങ് ഏജൻസിക്ക് അഡ്രസ്സ് ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. ഹുദൈഫ് അവിടെ CDA തുടങ്ങിയ ശേഷം കോഴിക്കോട് കേരളത്തിലെ അഡ്വർടൈസിങ്ങിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ കോഴിക്കോടാക്കി മാറ്റുന്നതിൽ ഹുദൈഫും CDAയും വിജയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആസ് എ കോഴിക്കോടുകാർ ഞങ്ങൾ CDAനോട് സ്പെഷ്യലി കമ്മിറ്റഡ് ആണ്, ബിക്കോസ് നൗ വി ആർ ദി ക്യാപിറ്റൽ ഓഫ് അഡ്വർടൈസിങ് ഇൻ കേരള. ഒരു ചായ അധികം വാങ്ങിച്ചു തന്ന ഒരു കാര്യം ഞാനിതിന്റെ മുഴുവൻ ക്രെഡിറ്റും രാവിലത്തെ എന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുത്തു കഴിഞ്ഞതാണ്. ഇവരാണ് ഞങ്ങളുടെ അംബാസിഡർ. അല്ല, എന്താ അറിയോ, ഐ എം പ്രൗഡ് ദാറ്റ് ഇത് ഒരിക്കലും ഹാപ്പൻ ചെയ്തിട്ടില്ല. പക്ഷെ വെനവർ ഞാൻ കാലിക്കറ്റിൽ വരുമ്പോഴൊക്കെ എനിക്കൊരു രസം എന്താ അറിയുക, പെട്ടെന്ന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഉദയ്ഫ് ഒരു ഓഫർ തന്നിട്ട്, വി ഹാവ് എ പ്ലേസ് ടു വർക്ക്. അവിടെ എനിക്ക് ആ സ്ഥലം തന്നെ കാണിച്ചു തന്നിട്ട്, ഇത് ഞങ്ങളുടെ ആളുകൾക്ക് വന്നിരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും തോന്നി എനിക്ക് എവിടെയെങ്കിലും ഇരുന്നൊരു മീറ്റിംഗ്, എനിക്കതുവരെ ആവശ്യമില്ല, പക്ഷെ ഐ കീപ് ദാറ്റ് ഓപ്ഷൻ ഓപ്പൺ. എപ്പോഴും വേണമെങ്കിൽ അവിടേക്ക് വരാമെന്നുള്ള സാധനം. ആഡ് ചെയ്തോട്ടെ. CDA ഞാൻ ചില സ്ഥലത്ത് എക്സാമ്പിളായിട്ട് പറയുന്നൊരു ബ്രാൻഡാണ്, വേറെ പല വലിയ ബ്രാൻഡുകളുടെ കൂടി. ഞാൻ CDA പരിചയപ്പെടുമ്പോൾ കാലിക്കറ്റ് ഡിജിറ്റൽ അക്കാദമിയാണ്. അത് ക്രിയേറ്റിംഗ് ഡിജിറ്റൽ ആസ്പിറൻസ് അല്ലേ ആക്കിയിട്ട് മാറ്റി റീബ്രാൻഡ് ചെയ്തിട്ട് പേര് മാറ്റി കൊച്ചിയിലേക്ക് വരാം എന്ന്, ഒരു തരം റീബ്രാൻഡിങ് റീപ്രപ്പോസിഷൻസ് ആണ്. അത് ബ്രാൻഡിനെ റീപൊസിഷൻ ചെയ്താണ്. വിത്തൗട്ട് ചേഞ്ചിങ് ദ നെയിം, യു ആക്ച്വലി ചേഞ്ച് ദ നെയിം, ആഡിങ് എ ടാഗ് ലൈൻ. ഇറ്റ്സ് എ ടിപ്പിക്കൽ, മേ ബി വൺ ഓഫ് ദ റയറസ്റ്റ് ബ്രാൻഡിങ് റീപൊസിഷൻ എക്സാമ്പിൾസ് ഇൻ ദ വേൾഡ്, ആൻഡ് ഐ കൺഗ്രാറ്റുലേറ്റ്സ് ഫോർ യു ദാറ്റ്. ഇനി ബിരിയാണി വാങ്ങിച്ചു. അല്ല, ഇത് പോകുമ്പോ കിട്ടുന്ന പൈസ കൂടണം, അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പറയുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ലെസൺ യു ക്യാൻ ലേൺ. ഇപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ അഡ്വർടൈസേഴ്സ് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? അതെ, പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോൾ ഉദയ്ഫിന് ഞങ്ങൾ പൊക്കും, ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ബില്ല് കൂടും. അതെ, ഈ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു വ്യത്യാസം വേണ്ടത്, ഒരു ബ്രാൻഡിങ് എക്സസൈസും മാർക്കറ്റിംഗ് എക്സസൈസിൻ്റെയും ഒരു എക്സിക്യൂഷനിൽ രണ്ടുപേരുടെയും ഒരു രീതികളും പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും? ഞാനത് വളരെ സിമ്പിളായിട്ട് പറയാം. എൻ്റെ ട്രെയിൻ അടുത്തുകൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ സമയം നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കുന്നത്, ബോറടിച്ചിട്ടല്ല, സോറി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏറ്റവും സിമ്പിളായിട്ട് ബ്രാൻഡിങ് വേഴ്സസ് മാർക്കറ്റിംഗ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, നമ്മളൊരു കോവളത്ത് പോയിട്ട് എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ഒരു ലൈഫ് ഗാർഡായിട്ട് അവിടെ ജോലി കിട്ടുന്നു.
ഓക്കെ, നിങ്ങളൊരു ലൈഫ് ഗാർഡായിട്ട് ജോലി കിട്ടുന്നു. അപ്പോൾ ഈ ലൈഫ് ഗാർഡായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര എക്സ്പേർട്ടായിട്ട് നീന്താൻ അറിയുന്ന ആളായിരിക്കണം, നിങ്ങൾക്ക് ഡൈവിങ് അറിയണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നിങ്ങൾ കരയിൽ നിൽക്കും, നിങ്ങൾക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റില്ല. ചിലപ്പം അയാളുടെ കരിയറിൻ്റെ ത്രൂ ഔട്ടുള്ള കാലം അയാൾക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റില്ല. കാരണം ആരെങ്കിലും ഒരാൾ മുങ്ങിയാൽ മാത്രമേ അയാൾക്ക് ജോലിയുള്ളൂ. അമ്മേ ക്ലിയർ? എൻ്റെ ജോലി എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാ ദിവസവും രാവിലെ നീന്തി നോക്കും, പക്ഷെ ഒരുത്തം വെള്ളത്തിൽ മുങ്ങിയാൽ മാത്രമേ എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആക്ച്വലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോൾ അടിക്കണം, എങ്ങനെ അടിക്കണം, ആരെ അടിക്കണം എന്ന് കാത്തിരിക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി ഹോംവർക്ക്. ഒരാൾ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയാൽ ചാടുന്നതിനെയാണ് ബ്രാൻഡിങ് എന്നും പ്രമോഷൻ എന്നും പറയുന്നത്. അപ്പോൾ പിന്നെ നോക്കി നിൽക്കരുത്, ഇയാൾ മുങ്ങിയാൽ ചാടിക്കോണം. അപ്പോൾ പിന്നെ ഹോംവർക്കുമായിട്ട് മറ്റേ മെട്രിക്സ് ഒന്നും ആയിട്ട് ഇരിക്കരുത്. ഒരാൾ ചാടി കറക്റ്റ് ടൈമിൽ വെള്ളത്തിലേക്ക് ചാടിക്കോളൂ, രക്ഷിച്ചോളാം. അതിനെയാണ് നിങ്ങൾ ഈ പറയുന്ന റീച്ച്, വ്യൂ, മറ്റതൊക്കെ പറയുന്നത്. ഓക്കെ, കരയ്ക്ക് നിൽക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്, റീച്ചോ വ്യൂവോ ഒന്നുമല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ് വെരി ക്ലിയർലി. നിങ്ങൾ കരയ്ക്കിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. വെള്ളത്തിൽ ഇപ്പം ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഈ ഇവൻറ്റിൻ്റെ വിജയം കഴിഞ്ഞ 1 മാസമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തള്ളാണ്. ഓക്കെ, ഈ ഇവൻറ്റിൽ വലിയ കാര്യമൊന്നുമില്ല, അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കഴിഞ്ഞ 1 മാസമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തള്ളുണ്ട്, ആ തള്ളാണ് ഇവൻറ്റിൻ്റെ വിജയം. ഓക്കെ, അപ്പം കരയ്ക്ക് നിൽക്കുന്നതാണ് വിജയം, ഒരിക്കലും വെള്ളത്തിൽ ചാടുന്നതല്ല. സോ ഐ തിങ്ക് ഐ എം ക്ലിയർ വിത്ത് മൈ ആൻസർ ടു ദാറ്റ്. ഈ ഇവന്റ് വിജയമാണെന്ന് പറഞ്ഞതാണ് ഈ തള്ളിന്റെ വിജയം. അത് ഞാൻ പറയിപ്പിച്ചത് ബ്രാൻഡ് സ്വാമിയെ കൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ വിജയം. അത് നമ്മൾ കട്ട് ചെയ്ത് ഇടുകയും ചെയ്തു. ഐ വിൽ ഷോക്കേസ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇങ്ങനെ ഇടുന്നതാണ് നേരത്തെ. ഈ വിജയമാണെന്നുള്ള ഭാഗം മാത്രമേ ഇട്ട് കട്ടിട്ട് ഔട്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ആക്ച്വലി ഈ ആസ് ഇൻ ദ ബൈബിൾ ആദിയിൽ വചനമുണ്ടായി എന്നാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ബ്രാൻഡ്സ്. ഈ ബ്രാൻഡിങ് എന്നുള്ള പ്രോസസ്സ് തുടങ്ങി. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇൻട്രാക്റ്റഡ് വിത്ത് യങ് ആർക്കിടെക്ട്സ്. അപ്പോൾ ആർക്കിടെക്ട്സ് ഒക്കെ വർക്ക് ചെയ്യും. ഇപ്പോൾ ഐ ഹാഡ് എ സെഷൻ ഫോർ ഡി ലൈഫ് എന്ന് പറയുന്ന ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി. അവർ ഈ ഹണി റോസിൻ്റെയും ആൻ്റണി പെരുമ്പാവൂൻ്റെ ഒക്കെ വീട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അവരോടൊക്കെ ഞാൻ പറയുന്നത് ഉണ്ടല്ലോ, ദേ വർക്ക് എവ്രിതിങ്. ഈ ലോകത്തിൽ എന്ത് സാധനം വർക്ക് ചെയ്യുകയാണെങ്കിലും, എന്ത് പ്രോഡക്റ്റ് സർവീസ് എന്താണെങ്കിലും, ഇറ്റ് ഓൾ സ്റ്റാർട്ട് ദിസ് ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ലോഗോസ്. ആൾക്കാർ ചെറിയ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ലോഗോ, ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ്. അതിൻ്റെ ഒരു ബ്രാൻഡ് വോയിസ് ഉണ്ട്. അതിൽ നിന്നാണ്. അപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പലരുടെയും ബിൽഡിങ് ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ദ ഐഡൻറ്റിറ്റി ഡിസൈൻസ്, അതിൻ്റെ കളേഴ്സ്. ആർക്കിടെക്ട്സിനോടൊക്കെ ഞാൻ പറയുന്നത്, വെയിറ്റ് ടിൽ ദ ഡിസൈനർ കംപ്ലീറ്റ്സ് ദ ലോഗോ, എന്നിട്ട് യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ പ്രോജക്റ്റ് എന്നാണ്. അത് ചിലപ്പോൾ അത് ഒരു ലാൻഡ്മാർക്കായിട്ട് മാറും. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ an ഓർഡിനറി ബിൽഡിംഗ് ആൻഡ് എ ലാൻഡ്മാർക്ക് എന്നാണ്. ഇപ്പം നിങ്ങൾ BMW ബിൽഡിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സിന് ഒരു ഐഡൻറ്റിറ്റിന്ന് നിങ്ങൾക്ക് യു ക്യാൻ ക്രിയേറ്റ് മാജിക് എന്നാണ്. ആ ബ്രാൻഡിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഐഡൻറ്റിറ്റി. അതിനായി ഫോക്കസ് ഓൺ ഐഡൻറ്റിറ്റിന്ന്. ഈവൻ എ നെയിം വർക്ക്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഭയങ്കര രസമുള്ളൊരു ബ്രാൻഡിങ് എക്സസൈസ് പറഞ്ഞുതരാം. റീസെൻ്റ്ലി ഐ നെയിംഡ് എ റെസ്റ്റോറൻറ്റ് മീനോളജി എന്ന് പേരിട്ടു. മീനോളജി എന്നാണ് ആ റെസ്റ്റോറൻറ്റിന് പേരിട്ട്. ദാറ്റ്സ് എ ഫിഷ് റെസ്റ്റോറൻറ്റ്. ഫിഷ് റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അവരുടെ പേര് കടവ് എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു പേര് പറയാം, അത് മീനോളജി എന്നാണ്. അപ്പോൾ ദേ ഫൗണ്ട് ഇറ്റ് വെരി സ്ട്രേഞ്ച്. മീനോളജി എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇപ്പൊ കടവ് എന്നുള്ള റെസ്റ്റോറൻറ്റ്, ചാകരയുണ്ട്, ചീനവലയുണ്ട്. ഫെമിലിയാരിറ്റി ഭയങ്കര ഗുണം ചെയ്യും നിങ്ങൾക്ക്. ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഫിഷ് റെസ്റ്റോറൻറ്റ്. കടവ് കണ്ടാൽ നമുക്കറിയാം അവിടെ മീനാണ് കിട്ടുക, ചീനവല അല്ല കെട്ടുവെള്ളമൊക്കെ കണ്ട്. മീനോളജി എന്നുള്ള പേര് ഇറ്റ്സ് ക്രിയേറ്റഡ് എ വൗ ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം. ഞാനിങ്ങനെ ഇതിൻ്റെ ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു 21 ഇയേഴ്സൊക്കെ ഉള്ള 2 പെൺകുട്ടികൾ സ്കൂട്ടറിൽ ഇങ്ങനെ ആ ഇതിൻ്റെ, അത് റെസ്റ്റോറൻറ്റ് പണി കഴിഞ്ഞിട്ടില്ല, ബോർഡ് വെച്ച് ലൈറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ 2 കുട്ടികളെ അവിടെ ബ്രേക്ക് ചെയ്തിട്ട്, ഇതെന്താ മീനോളജിയാണ്, ഇതെന്താ കടവ് എന്ന് ആരും ചോദിക്കില്ല, ഇതെന്താ ചാകര എന്ന് ആരും ചോദിക്കില്ല. ദിസ് ഈസ് ദ ഡിഫറൻസ് റൈറ്റ് കൈൻഡ് ഓഫ് എ ബ്രാൻഡിങ് ക്യാൻ മേക്ക്. പിന്നെ മാർക്കറ്റിംഗ് ഈസ് ഈസി കമ്പയർഡ് ടു ദ ഇനീഷ്യൽ തള്ള്. ദ പുഷ് ഈസ് ഡൺ, ഇറ്റ് സീൽസ്.
ഇതിൽ ഈ ബ്രാൻഡിങ് ആണോ മാർക്കറ്റിംഗ് ആണോ ആദ്യം വരുന്നതൊരു പ്രശ്നം. ഇപ്പം ഞാനിതിൽ പേപ്പർ സാറിനോട് ഭയങ്കരമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കെന്താ വെച്ചാൽ എൻ്റെ അടുത്തേക്ക് ഒരാൾ പേരിടാൻ വന്നാൽ ഞാൻ ഒറ്റ കാര്യം, സാറേ ഈ പേരിലൊന്നും വലിയ കാര്യമില്ല, സാറ് എന്തെങ്കിലും ഇട്ടിട്ട് വാ. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ പേര് എത്ര പറഞ്ഞാലും ഇവർ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ അവർ പറയുന്നൊരു പേര് വെച്ച് പണി തുടങ്ങാം. അപ്പോൾ എൻ്റെ ഒരു തിയറി വെച്ചാൽ പേരിലൊന്നും ഒരു കാര്യമില്ല, വാട്ട് ഈസ് ഇൻ യുവർ നെയിം എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു സിസ്റ്റം അതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിലും പിന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്ന് നോക്കാറുണ്ട്. ആ ഒരു സൈഡിലാണ് ഞാൻ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. താങ്ക് യു സോ മച്ച്. അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ഗുരുതുല്യരായിട്ടുള്ള ബ്രാൻഡ് സ്വാമിയും ഫേവർ ഫ്രാൻസിസ് സാറും തങ്ങളുടെ എക്സ്പീരിയൻസിന് പുറത്ത് ബിസിനസ്സുകളോട് പിച്ച് ചെയ്യുന്ന രീതിയും വലിയ ക്യാമ്പയിൻസുകൾ മെഡിമിക്സിൻ്റെയും അക്വാസ്റ്റാറിൻ്റെയും ഒക്കെ ക്യാമ്പയിൻ്റെ പിറകിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ റിസർച്ച്, അതിൻ്റെ കോപ്പി റൈറ്റിംഗ്, അതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, ഇത് മുഴുവൻ നമ്മുടെ മുന്നിൽ ഓപ്പണായി സംസാരിച്ചു കഴിഞ്ഞു. ബൈ ഗോഡ്സ് ഗ്രേസ് ആ സമയത്ത് നവാസ് മീരാൻ സാർ ഈ വേദിയിൽ ഇല്ലായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇത്ര ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ലായിരുന്നു. ബിസിനസ്സുകാർക്ക് ഒരു പക്ഷെ അത് ദഹിച്ചുകൊള്ളുന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ ഇവർ രണ്ടുപേരെയും ഈ റൂമിൻ്റെ പുറത്തോട്ടേക്ക് വിടുന്നു. നമ്മൾ മാർക്കറ്റേഴ്സിന് ബിസിനസ്സുകാരുടെ കൂടി ഈ കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്. നമ്മളിൽ നിന്നും ബിസിനസ്സുകാരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈസ്റ്റേൺ പോലെയുള്ള മീരാൻ ഗ്രൂപ്പിൻ്റെ ഒക്കെ തലപ്പത്ത് നിൽക്കുന്ന നവാസ് സാറിൻ്റെ ഇൻസൈറ്റ്സ് കൂടി നമുക്ക് കിട്ടുമ്പോഴാണ് ഈ ഇവൻറ്റിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ ഒരു സെഷൻ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ഹാൻഡിങ് ഓവർ ടു നെക്സ്റ്റ് സെഷൻ. താങ്ക് യു സോ മച്ച്.